ഇന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ധ്യാനിക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഉയർപ്പിൻ്റെ സന്ദേശമെന്ന നിലയിൽ ഇന്നലെ നാം ധ്യാനിച്ചതിൻ്റെ ഒരു അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് ഈ വചനത്തെ പരിഗണിക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ആദ്യം 12 പേരെ നിയമിച്ചു, ഇപ്പോൾ 70 പേരെ കൂടെ നിയമിച്ചു. ലക്ഷ്യം എന്താണ്? അവിടെയാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായി അയച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായി അയച്ചു. കർത്താവ് അയക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലായോ? താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്ക് ഈ 70 പേരെ 35 ടീമായിട്ട് വിടുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഞാൻ ചെല്ലും. അങ്ങനെയാണോ നോക്കിയേ? താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായിട്ട് അയച്ചു. എന്നിട്ട് അവർക്കൊരു ഒരു അവരെ ഒന്ന് ചാർജ് ചെയ്യുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ കുറവാണ്. അതുകൊണ്ട് ക്വാളിഫൈഡ് അല്ലെങ്കിലും പോകണം, പ്രാപ്തരല്ലെങ്കിലും പോകണം, പരിശീലനമില്ലെങ്കിലും പോകണം. കാരണം കൊയ്ത്ത് വളരെയുണ്ട്. കൊയ്ത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വൈകിയാൽ പിന്നെ കൊയ്യാൻ പറ്റില്ല. നെല്ല് വീണുപോകും, മഴ പെയ്താൽ മുളച്ചു പോകും, കിളി കൊത്തിക്കൊണ്ടുപോകും. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കൊയ്യാനൊക്കെ. ഇവിടുത്തെ കൊയ്ത്തെന്ന് പറയുന്നത് മനുഷ്യരാണ്, ആത്മാക്കളാണ്. അവനൊന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കൊലപാതകത്തിൽ വീഴും, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോവും. വൈകരുത്. കൊയ്ത്ത് വളരെയുണ്ട്. നിങ്ങൾ പോകുന്ന ഗ്രാമത്തിൽ ഞാൻ എത്തും, നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ ഞാൻ എത്തും, നിങ്ങൾ കയറുന്ന വീട്ടിൽ ഞാൻ എത്തും. അവൻ താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി അയച്ചു. അതിൽ നിന്നൊരു ആത്മീക സന്ദേശം ഉറപ്പിച്ചു പറയട്ടെ. താങ്കൾ കർത്താവിൻ്റെ സന്ദേശവുമായി ഒരു ദേശത്തിലേക്ക് പോയാൽ യേശു അവിടെ വരും. നമ്മൾ പോകാൻ തയ്യാറായാൽ യേശുവിൻ്റെ സാന്നിധ്യം ആ പട്ടണത്തിലും ആ ഗ്രാമത്തിലും ആ വീട്ടിലും എത്തും. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ചിലരും കൂടെ സമർപ്പണം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ വചനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഗാഡ് ബ്ലസ് യു.